മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹമായിരുന്നു ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ പോവുക. ആ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ ഒരറ്റത്ത് ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കുക, ചൈനയിലെ വൻമതിലിലൂടെ നടക്കുക, ചൈന എന്ന രാഷ്ട്രത്തിൻ്റെ സ്പന്ദനമെന്നറിയുക. അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോകാൻ ആരാധ്യനായ സേതുമാധവൻ എന്നൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്നെ സഹായിച്ചു. എൻ്റെ ഒരു പ്രഭാഷണത്തിൽ എവിടെയോ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് അദ്ദേഹം കേട്ടു. അദ്ദേഹം എന്നെ അറിയിച്ചു, ഇവിടേക്ക് വരണം, ഞാൻ ചൈനയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി. ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ സ്വർഗത്തിലേക്കുള്ള വാതില് എന്നാണ് അത്ര ചൈനീസ് ഭാഷയിൽ അർത്ഥം. ഞാൻ ഷാങ്ഹായി പോയി. നല്ല തണുപ്പ്, ഫെബ്രുവരി മാസത്തിൽ. റോഡ് സൈഡിലെ വെള്ളമെല്ലാം ഐസായിട്ട് നിൽക്കുന്ന കണ്ടു. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബെയ്ജിങ്ങിൽ പോയി. ആദ്യം പോയത് മാവോ സേത്തുങ്ങിൻ്റെ ശവശരീരം വെച്ചിരിക്കുന്ന മുറിയിൽ ചൈനക്കാരുടെ ഉരുക്കുമുഷ്ടിയുടെ അകത്ത് മാവോ സേത്തുങ്ങിൻ്റെ ശരീരം കണ്ടു. 6 യുവാൻ കൊടുത്ത് ഒരു പൂവ് അവിടെ വെക്കാനുള്ള ഭാഗ്യമുണ്ടായി. ചൈനയെ അടിമുടി 1949കളിൽ മാറ്റിമറിച്ച ആ മനുഷ്യന്റെ ശരീരം കണ്ടു. അതിലൂടെ പുറത്തു വന്ന് ദൂരെ മാറി നിന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ ഓഫീസ് കണ്ടു. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് ചൈന ഭരിച്ചിരുന്ന ടാൻ ഡൈനാസ്റ്റിയുടെ അതിഗംഭീരമായിട്ടുള്ള പാലസ്, 8-10 ഒരേ രീതിയിലുള്ള കെട്ടിടങ്ങൾ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു. അതിനകത്തെ ധാരാളം കിണറുകളിലെ വെള്ളം ഐസായിട്ടുണ്ട്. ആ ഐസിന്റെ പുറത്ത് ഐശ്വര്യത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന 10,000-കണക്കിന് നാണയങ്ങളും നോട്ടുകളും കണ്ടു. കമ്മ്യൂണിസത്തിന്റെ കൊടുമുടിയിൽ ജീവിക്കുന്നവരുടെ കൊടുമുടിയിലുള്ള അന്ധവിശ്വാസം അവിടെ കാണാൻ സാധിച്ചു. അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് ടിയാനൻമെൻ സ്ക്വയറിൽ ഇരുന്നു. ഇത്രയും വലിയ ഒരു ഗ്രൗണ്ട്, ചെറിയ ചെറിയ ഇലകളും സിഗരറ്റ് കുറ്റികളും അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന ജോലിക്കാർ നിരന്തരം സൈക്കിളിൽ കറങ്ങുന്നു. അവിടെ കുറേ നേരം ഇരുന്നു. 10-25 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടി സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് യുവാക്കളെ 1 മണിക്കൂർ വാണിംഗ് കൊടുത്ത് അവർ പിന്മാറാതെ വന്നപ്പോൾ അടിച്ച് തെറിപ്പിച്ച് ജാലിയൻ വാലാ ബാഗ് മാതിരി, ജാലിയൻ വാലാ ബാഗില് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരാണ് കൊന്നൊടുക്കിയത്. ടിയാനൻമെൻ സ്ക്വയറിൽ അവരുടെ മക്കളെ അവരവർ തന്നെയാണ്, ചൈനക്കാർ തന്നെയാണ് കൊന്നൊടുക്കിയത്. എന്നിട്ട് ആ ശവശരീരം എടുത്ത് കൂട്ടിയിട്ട് മൊത്തത്തിൽ കുഴിച്ചിട്ട ആ വിദ്യാർത്ഥികളുടെ രോദനം കേരളത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ ട്രേഡ് യൂണിയൻകാരും ചെയ്തു കൂട്ടുന്ന ആ തനി കോപ്രായത്തരവും പിടിച്ചുപറിയുമെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ടിയാനൻമെൻ സ്ക്വയറിൽ അല്പം സ്വതന്ത്ര വായു ശ്വസിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടത്തിയ ചെറിയൊരു മുദ്രാവാക്യ വിളിക്കെതിരെ നല്ല ബുള്ളറ്റ് അടിച്ച് തെറിപ്പിച്ച് ഒരെണ്ണത്തെ പോലും ജീവനോടെ ബാക്കി വെക്കാതെ നശിപ്പിച്ച ആ ടിയാനൻമെൻ സ്ക്വയറിൽ ഒരു അരമണിക്കൂർ നേരം ഇരുന്ന് ധ്യാനിച്ചു. അത് കഴിഞ്ഞ് ചൈനീസ് വൻമതിലിലൂടെ ഒരു 2-3 കിലോമീറ്റർ ചെറിയൊരു BP ഉണ്ടെങ്കിലും തലങ്ങും വിലങ്ങും നടന്നു.
ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ പോലും ഭൂമിയിലെ കാണാവുന്ന ഒരേ ഒരു സ്മാരകമായ ആ ചൈനീസ് വൻമതില് എത്രായിരം വ്യക്തികളുടെ വിയർപ്പാണ് എന്ന് വെറുതെ ആലോചിച്ചു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ശരിക്ക് അതിനിടയ്ക്ക് ഒരു ദിവസം 2-3 ബുദ്ധക്ഷേത്രങ്ങളിൽ പോയി. പഴയ ബുദ്ധക്ഷേത്രങ്ങളെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മണിക്കൂറുകൾ കൊണ്ട് ഓരോ ബുദ്ധക്ഷേത്രവും നവീകരിക്കാനുള്ള ഡൊണേഷൻ ഗവൺമെന്റിന് കിട്ടുന്നു. രാവിലെ 6 മണിക്കുള്ള പത്രത്തിൽ ഇന്ന ബുദ്ധക്ഷേത്രം നവീകരിക്കാനാണെന്ന് അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ 8 മണി 10 മണിക്കുള്ളിൽ ആ ബുദ്ധക്ഷേത്രം നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിന്റെ എമൗണ്ട് ലഭിക്കുന്നു. പിന്നെയുള്ള എമൗണ്ട് സ്വീകരിക്കാറില്ല. ആ ബുദ്ധക്ഷേത്രം പുതുക്കി പണിയുന്നു. പോയ ബുദ്ധക്ഷേത്രങ്ങളിലെല്ലാം ആയിരക്കണക്കിന് 10,000-കണക്കിന് യുവാക്കളും യുവതികളും അമ്മയുടെ രൂപത്തിലുള്ള ബുദ്ധനെ, ബുദ്ധമാതാവ്, ശ്രീബുദ്ധൻ പുരുഷനാണെങ്കിലും മാതൃസ്ഥാനീയനായിട്ട് കണ്ട് സ്ത്രീയുടെ വേഷത്തിലുള്ള ബുദ്ധന്റെ മുമ്പിൽ നിന്ന് കരയുന്ന 10,000-കണക്കിന് അമേരിക്കൻ ചൈനീസ് യുവാക്കളെ, യുവതികളെ കാണുകയുണ്ടായി. ശുദ്ധ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം ആ ബുദ്ധക്ഷേത്രത്തിന് ചുറ്റും കൊടുക്കുന്നത് കാണാം. വളരെ വ്യക്തമായിട്ട് സ്വതന്ത്രമായിട്ട് അതെല്ലാം കണ്ട് തിരിച്ചു വരാം. ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെച്ചിരിക്കുന്ന ബുദ്ധക്ഷേത്രങ്ങൾ. അതിനിടയ്ക്ക് കുറച്ച് തട്ടിപ്പുകളൊക്കെ നടത്തുന്നവരുണ്ടെങ്കിലും ശ്രദ്ധയോടുകൂടി പോവുകയാണെങ്കിൽ ആ പൈതൃക ചൈനയുടെ മുഴുവൻ കാര്യങ്ങളും കണ്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരവസ്ഥ. ഏതായാലും ലോകം മുഴുവനും പൈതൃകത്തിലേക്ക് തിരിച്ചു വരുന്നൊരു കാഴ്ച. കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായി പച്ചയ്ക്ക് ഏത് ജീവിയെയും പിടിച്ചു തിന്നുന്ന ഒരു രാജ്യമായി ചൈന മാറിയെങ്കിലും പക്ഷേ സംസ്കാരത്തിലേക്കുള്ള തിരിച്ചുവരവ്, ധന്യമായ ബുദ്ധിസം രക്തത്തിന്റെ ഭാഗമാക്കാൻ പുതിയ തലമുറ മുമ്പോട്ട് വരുന്നൊരു കാഴ്ച ചൈനയിൽ കണ്ടപ്പോൾ ആധുനികമായിട്ടുള്ളതെല്ലാം നല്ലതും പുരാതനമായിട്ടുള്ളതെല്ലാം ചീത്തയും എന്നുള്ള ധാരണ പരത്തുന്ന കുറേ വ്യക്തികളുടെ ആ വീക്ഷണത്തെ അടിമുടി പിഴുതെറിഞ്ഞുകൊണ്ട് പുറകോട്ടുള്ള യാത്ര, മുമ്പിലുള്ള എല്ലാ നന്മകളെയും സ്വീകരിച്ചുകൊണ്ട് എന്ന ആ ധന്യമായിട്ടുള്ള വീക്ഷണം ചൈന പ്രാവർത്തികമാക്കുന്നത് കണ്ടു. ടിയാനൻമെൻ സ്ക്വയറിൽ ശരിക്ക് ആ ഉജ്ജ്വലമായിട്ടുള്ള ഗ്രേറ്റ് സിറ്റി, ആ ഗ്രേറ്റ് സിറ്റിയുടെ ചുറ്റും വലിയ മതിലുകളുണ്ട്. ആ മതിലുകൾക്കിടയ്ക്ക് ചെറിയ ചെറിയ വിടവുകളുണ്ട്. ചെറിയ വാതിൽ, 2 അടി വാതില്. ആ വാതിലിലൂടെ അകത്തേക്ക് കയറാൻ ചൈനക്കാരൻ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് സാധിച്ചു. ആ ഗ്രേറ്റ് സിറ്റി എന്ന് പറയുന്നതിന് ചുറ്റുമൊരു വലിയ മതില്. ആ ഗ്രേറ്റ് സിറ്റിയുടെ മതിലിനും അതിന് പുറത്തുള്ള വലിയ മതിലിനും ഇടയ്ക്ക് വളരെ പാവപ്പെട്ട ചേരി പ്രദേശത്തിലുള്ളവർ ജീവിക്കുന്ന കാഴ്ചയും കണ്ടു. വലിയൊരു മഹാനഗരത്തിന്റെ ഉള്ളില് പുറത്ത് ആരും കാണാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ താമസിപ്പിച്ചിരിക്കുന്ന കാഴ്ചയും അവിടെ കുറച്ച് കണ്ടു. ഒരുപക്ഷെ ഇപ്പോൾ അത് നവീകരിച്ചിട്ടുണ്ടാവാം. ഏതായാലും ആ ചൈന കാണണം, വൻമതിലിലൂടെ നടക്കണം, ടിയാനൻമെൻ സ്ക്വയറിലേക്ക് പോകണം, അതുപോലെ തന്നെ ഗ്രേറ്റ് സിറ്റി അതൊന്ന് കാണണം, മാവോ സേതുങ്ങിന്റെ മുമ്പിലൊന്ന് നിന്ന് കൈകൂപ്പണം എന്നുള്ള ആഗ്രഹമെല്ലാം സബലീകരിച്ചു. ഈ ചിങ്ങമാസം 1-ാം തീയതി ആ ആധുനിക കമ്മ്യൂണിസമാണ് ലോക പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് ധരിച്ച ഒരു ജനത അത് നിലനിർത്തിക്കൊണ്ട് ക്യാപിറ്റലിസത്തിലേക്കും അതുപോലെ പഴയ നന്മയിലേക്കും തിരിച്ചു വരുന്ന കാഴ്ച കണ്ടത് ഈ ചിങ്ങമാസം 1-ാം തീയതി നിങ്ങളോട് വിവരിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തിയുണ്ട്. പ്രണാമം, നമസ്കാരം.